ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ശ്രോതാക്കളെ, തൃത്വനാമത്തിൽ സ്നേഹവന്ദനം. പരിശുദ്ധ വലിയ നോമ്പ് എന്ന വലിയ യാത്രയിലേക്ക് നാം ഏവരും നമ്മുടെ കാൽച്ചുവടുകൾ വെച്ചിരിക്കുകയാണ്. നമ്മെ തന്നെ ശബ്ദരഹിതമാക്കിക്കൊണ്ട് ഉള്ളിലേക്ക് നമുക്ക് മാനസാന്തരത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒരു യാത്രയിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. കേവലം ശരീരത്തിൻ്റെ ഒരു നിയന്ത്രണം മാത്രമല്ല, മറിച്ചോ ആത്മാവിനെ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു അനുഗ്രഹപ്രദമായ രക്ഷയുടെ യാത്രയാണ്. അല്പനേരത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. The Gospel according to St. Matthew, chapter 18, verses 18 to 35. ദൈവശാസ്ത്രപരമായ രീതിയിൽ ഈ വേദഭാഗത്തെ എക്ലീസിയാസ്റ്റിക്കൽ ഡിസ്കോഴ്സ് എന്നാണ് നാമകരണപ്പെട്ടിരിക്കുന്നത്. പരിശുദ്ധനായ പത്രോസ് ശ്ലീഹയുടെ ചോദ്യം ഇപ്രകാരമാണ്: കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴ ചെയ്താൽ ഞാൻ ക്ഷമിക്കണം എന്നുള്ളത്. അതിനായി താൻ കരുതിയിരിക്കുന്നതായ ഉത്തരവുമുണ്ട് 7 വട്ടമോ എന്നുള്ളത്. 7 എന്ന സംഖ്യ പൂർത്തീകരണത്തിന്റെ സംഖ്യയാണെന്ന് നമുക്ക് ഇവർക്കും അറിയാവുന്നതാണ്. അത്തരത്തിലാണ് പത്രോസ് ശ്ലീഹ അത് ചോദിക്കുന്നത്. അവിടെ ഉത്തരമായി ലഭിക്കുന്നത് യേശു ക്രിസ്തു പറയുന്നത് 7 അല്ല 7 70 വട്ടം എന്നുള്ളതാണ്. 7 70 വട്ടം എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ ഫിഗർ നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയല്ല, മറിച്ചോ യേശു ക്രിസ്തു നമുക്കായി നമ്മുടെ ഇടയ്ക്ക് ഉപദേശിക്കുന്നതായ ഒരു കാര്യമുണ്ട്: to give unlimited forgiveness. That is called the gift of forgiveness എന്ന് പറയുന്നത്. The gift of forgiveness that is unlimited. ഇന്ന് നാം ഏവരും ജീവിക്കുന്നത് ഒരു അൺലിമിറ്റഡിന്റെ ലോകത്തിലേക്കാണ്. അൺലിമിറ്റഡ് നെറ്റ് എന്ന് നമ്മൾ ഏവരും ജീവിക്കുന്നു, അൺലിമിറ്റഡ് ഫുഡ് എന്നുള്ള രീതിയിൽ ജീവിക്കുന്നു, അൺലിമിറ്റഡ് ഫൺ എന്നുള്ള രീതിയിൽ ജീവിക്കുന്നു. അത്തരത്തിൽ യേശു ക്രിസ്തു നമ്മളോട് ആവശ്യപ്പെടുന്നു, ആർ യു റെഡി ടു ഗിവ് അൺലിമിറ്റഡ് forgiveness എന്നുള്ളത്. ഇത് ഞാനും നിങ്ങളും ആഴമായി ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. അത്തരത്തിലാണ് യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി സ്വർഗരാജ്യം തന്റെ ദാസന്മാർക്കായി കണക്ക് തീർക്കുവാൻ ഭാവിക്കുന്നതായ ഒരു ഉപമ മുൻപോട്ട് വെക്കുന്നത്. രാജാവ് 10,000 താലന്തുകൾ നൽകിയതായ തന്റെ ദാസനെ വിളിച്ചുകൊണ്ട് തന്റെ കടം തീർക്കുവാനായി തനിക്കുള്ളതും തന്റെ ഭാര്യയ്ക്കുള്ളതും തന്റെ മക്കൾക്കുള്ളതുമെല്ലാം വിറ്റ് കടം തീർക്കുവാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ആ ദാസനെ സംബന്ധിച്ചിടത്തോളം 10,000 താലന്തുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് തന്റെ മനുഷ്യ ആയുസ്സിൽ തന്നെ കൊടുത്തു തീർക്കുവാൻ ബുദ്ധിമുട്ടുള്ളതായ ഒരു വലിയ തുകയാണ്. താൻ കുമ്പിട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആ രാജാവിന്റെ മുൻപാകെ താൻ എത്രയും വേഗം തന്നെ അത് കൊടുത്തു തീർത്തുകൊള്ളാമെന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ രാജാവിന് ബോധ്യമാണ് തന്റെ മനുഷ്യ ആയുസ്സിൽ തന്നെ അവനത് കൊടുത്തു തീർക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്നിരുന്നാലും രാജാവ് അവനോട് ക്ഷമിച്ചുകൊണ്ട് അവന്റെ കടങ്ങളെല്ലാം എഴുതി തള്ളുകയാണ്. വീണ്ടും നമുക്ക് കാണുമ്പോൾ ഈ ദാസൻ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ തന്റെ കൂട്ടുദാസന് താൻ കൊടുത്തതായ 100 ദിനാറ തിരികെ നൽകുവാനായി അവന്റെ തൊണ്ടയ്ക്ക് പിടിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 100 ദിനാറ എന്ന് പറയുന്നത് ഓരോ ദിനാറ വെച്ച് ഓരോ ദിവസം അവരുടെ ദിവസേന കൂലി എന്ന് പറയുന്നത്. അങ്ങനെ കൂട്ടുമ്പോൾ ഏകദേശം 3 മാസം കൊണ്ട് തനിക്ക് അത് ലഭ്യമാകും എന്നുള്ള ഉറപ്പ് തനിക്കുണ്ട്. അത്തരത്തിൽ തന്റെ കൂട്ടുദാസനെ ഈ ദാസൻ തുറങ്കിലടിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ടോർച്ചർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ ക്രൂരമായ ഒരു വേല ഈ കൂട്ടുദാസനോട് ചെയ്യുന്നത് കണ്ട് രാജാവിന്റെ അടുക്കിലേക്ക് ഈ വാർത്ത എത്തിക്കുകയാണ്. രാജാവ് ഉടനെ തന്നെ ഈ ദാസനെ വിളിച്ച് അവനെ അഭിസംബോധന ചെയ്തത് ഇപ്രകാരമാണ്: ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കിയാൽ ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും നിന്റെ കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്നാണ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമ്മളേവരുടെയും ജീവിതങ്ങൾ ഇപ്രകാരം തന്നെയല്ലേ എന്ന് ഓർക്കുക. ദൈവം നമ്മളോട് കരുണ തോന്നുവാൻ വേണ്ടി, ക്ഷമിക്കുവാൻ വേണ്ടി നമ്മൾ ഏവരും പ്രാർത്ഥിക്കും. പക്ഷെ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ട് പഠിക്കുന്നുണ്ടോ,
സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ്. ക്ഷമിക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവനൊരു ഉപകാരമായി മാത്രം കാണാതെ ടു ഹീൽ വൺ സെൽഫ്. കാരണം നമ്മൾ ഏവരും ക്ഷമിച്ചു എന്ന് പറയുവാനായിട്ട് മിടുക്കരാണ്. ഐ ആം റെഡി ടു ഫൊർഗീവ് ബട്ട് ഐ ആം നോട്ട് ഏബിൾ ടു ഫൊർഗെറ്റ്. ഇതാണ് ഇന്നത്തെ ലോകം കണ്ടുവരുന്നതായ ഫൊർഗീവ്നെസ്. ദിസ് ഇസ് നോട്ട് ദ ട്രൂ ഫൊർഗീവ്നെസ്. This is not true forgiveness. True forgiveness starts when you are able to forget it. കാരണം ഒരു മനുഷ്യൻ മറ്റുള്ളവനോട് ക്ഷമിക്കുവാൻ തയ്യാറാകുമ്പോൾ താൻ മനസ്സോടുകൂടി അല്ല അത് ക്ഷമ നൽകുന്നത് എന്നുണ്ടെങ്കിൽ താൻ പിന്നെ ആ മനുഷ്യനെ കാണുമ്പോൾ അതേ വേദനയും അതേ ദേഷ്യവും അവനോട് തന്നെ വിട്ടുമാറാതെ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. We have to move to the true forgiveness, to unlimited forgiveness. ഇതാണ് യേശുക്രിസ്തു നമ്മുടെ ഇടയ്ക്ക് പറയുന്നത്. ദൈവശാസ്ത്രപരമായ രീതിയിൽ ഈ ഉപമയെ നമ്മളൊന്ന് ആഴമായി ചിന്തിക്കുമ്പോൾ പിതാക്കന്മാർ നമുക്ക് വേദവാക്യങ്ങളെ മുറിച്ചു തരുന്നത് ഇപ്രകാരമാണ്. രാജാവ് മനുഷ്യന് ആ ദാസനോട് പറയുന്നത് അവനുള്ളതും അവന്റെ ഭാര്യയ്ക്കുള്ളതും അവന്റെ മക്കൾക്കുള്ളതും എല്ലാം വിറ്റുകൊണ്ട് ആ കടം തീർക്കുവാൻ എന്നാണ് ആവശ്യപ്പെടുന്നത്. ഇവിടെ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ആ ദാസനെ ഉദ്ദേശിക്കുന്നത് ആത്മാവായിട്ടും ഭാര്യയെ ദേഹമായിട്ടും മക്കളെ അവന്റെ കർമ്മപ്രവർത്തികളായിട്ടുമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത്തരത്തിൽ ശരീരം കാരണമുള്ളതായ ദുഷ്പ്രവർത്തികൾ സാത്താന് അധീനതയിലേക്ക് വിട്ടുകൊടുക്കുകയും അതിൽ കൂടി ആത്മാവ് തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞുകൊണ്ട് പാപത്തിന്റെ വഴിയിൽ കൂടിയാണ് താൻ നീങ്ങുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു പശ്ചാത്താപത്തിന്റെ മനസ്സിലേക്ക് തിരിഞ്ഞു വരുവാനായിട്ടുള്ള ഒരു രംഗമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ആത്മാവ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹരഹിതമായി സാത്താന് ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. അത്തരത്തിൽ നമ്മുടെ ദേഹത്തെയും ഭൗതികമായ ആഗ്രഹങ്ങളെയും വിചാരങ്ങളെയും എല്ലാം വിട്ടുകൊണ്ട് ആത്മാവിനെ തിരിച്ചുകൊണ്ട് ഒരു മാറ്റത്തിലേക്കാണ് നാം ഏവരും തിരിയേണ്ടത്. ഒരു മെറ്റനോയ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുവാനുള്ള മനസ്സ് നമ്മളിൽ തന്നെ പാകപ്പെടുത്തി കൊണ്ടുവരുവാനുള്ള ഒരു മനസ്സ്. ഇത്തരത്തിൽ ജീവിക്കുവാൻ നമുക്ക് എവർക്കും കഴിയുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഈ നോമ്പിൽ നമ്മൾ ഏവരും ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇപ്രകാരം ഒരു കഥയുണ്ട്. ഒരു ബേക്കറി ഉടമ തന്റെ കടയുടെ മുമ്പിൽ കളിച്ചുകൊണ്ടിരുന്നതായ ഒരു ബാലൻ തന്റെ കയ്യിലുണ്ടായിരുന്ന പന്ത് തെന്നി വീണ് ആ ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞ നിമിഷം തന്നെ ആ ബാലൻ ഓടിപ്പോകുകയും ബേക്കറി ഉടമ ഉടനെ വെളിയിൽ വന്ന് നോക്കുകയും ആരെയും കണ്ടില്ല. ഒരു പന്ത് മാത്രം കണ്ടു. മനസ്സിലായി അത് ഒരു ബാലന്റെയാണ് എന്നുള്ളത്. അവന് തെറ്റുപറ്റിയതാണ്, പേടിച്ചോടിയതാണെന്ന് മനസ്സിലായി. താനൊരു പ്ലക്കാർഡിൽ ഇപ്രകാരമാണ് എഴുതിയത്: Whoever broke this, I forgive you എന്നുള്ളത്. ഇതാര് പൊട്ടിച്ചാലും ഞാൻ അവനോട് ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ളത്. ബാലൻ സന്ധ്യയായപ്പോൾ തിരക്ക് കയറിയപ്പോൾ ആൾക്കാരുടെ മധ്യയിൽ നിന്നുകൊണ്ട് ഈ ഗ്ലാസ്സിന് എന്ത് സംഭവിച്ചു, അവിടെ ആരാണ്, എന്താണ് എന്നൊന്നും അറിയാൻ വന്നപ്പോൾ ഈ ഒരു പ്ലക്കാർഡ് വെച്ചിരിക്കുന്നത് കണ്ട് തൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞുകൊണ്ട് താൻ വീട്ടിൽ പോയി തനിക്കുള്ള സമ്പാദ്യങ്ങളെല്ലാം എടുത്തുകൊണ്ടുവന്ന് സന്ധ്യയായപ്പോൾ തൻ്റെ ആ ബേക്കറിയുടെ കടയുടെ ഫ്രണ്ടിൽ വാതിക്കലായിട്ട് ഈ നിക്ഷേപങ്ങൾ, ചില്ലറ പൈസകൾ വെക്കുകയാണ്. കടയുടമസ്ഥന് മനസ്സിലായി ഈ പണം കൊണ്ടുവന്ന് നൽകിയിരിക്കുന്നത് പൊട്ടിച്ചതായ ആ ബാലനാണ് എന്നുള്ളത്. ഉടനെ തന്നെ താൻ അടുത്ത പ്ലക്കാർഡ് വെക്കുകയാണ്: യു ആർ ഫൊർഗീവൻ, സ്റ്റിൽ യു ആർ വെൽക്കം ഹിയർ എന്നുള്ളത്. നാളുകൾ കഴിഞ്ഞതിന് ശേഷം ഈ ബാലൻ തിരികെ വരികയാണ്. ബാലൻ തിരികെ വന്നപ്പോൾ ഈ ബേക്കറി ഉടമസ്ഥനെ കണ്ടുകൊണ്ട് പറഞ്ഞത്: താങ്കൾ എനിക്കൊരു വലിയ മാറ്റത്തിൻ്റെ ഉടമയാണ്. താങ്കൾ എന്നോട് ക്ഷമിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന്
ഞാൻ ഇത്രയും വലിയൊരു മാറ്റത്തിലേക്ക് തിരിയുവാനായി സാധിച്ചത്. അത്തരത്തിൽ നമ്മുടെ ക്ഷമിക്കലുകൾ കാരണം, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായി തയ്യാറാകുന്നത് കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് പാകപ്പെടുത്തുവാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ അൺലിമിറ്റഡ് ഫോർഗീവ്നെസ് കൊടുക്കുവാൻ വേണ്ടി ദ ഗിഫ്റ്റ് ഓഫ് ഫോർഗീവ്നെസ് ഇസ് അപ്പോൺ യു. ആർ വി റെഡി ടു ആപ്ലിക്കേറ്റ് ഇറ്റ് ഇൻ അവർ ലൈഫ്? അത്തരത്തിൽ ജീവിക്കുവാനും ജീവിത പ്രാബല്യത്തിൽ കൊണ്ടുവരുവാനും സർവശക്തനായ ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കട്ടെ. പ്രണാമം.